മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റാണ് എന്റെ പിന്നിൽ കാണുന്നത്. ഓരോ ദിവസവും മൂന്നാറിലെത്തുന്ന ടൺ കണക്കിന് മാലിന്യം സംസ്കരിക്കാനുള്ള ശേഷി ഈ പ്ലാന്റിനില്ല. ചുരുക്കം ചില പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കുകയും അത് സംസ്കരിച്ച് ഇവിടെ നിന്ന് ഒരു സ്വകാര്യ കമ്പനി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അവശേഷിക്കുന്നത് ഈ പ്ലാന്റിലും ഇതിന്റെ പരിസര പ്രദേശങ്ങളിലുമായി കൂട്ടിയിട്ടിരിക്കുകയാണ്. ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നുള്ള ഒരു സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടില്ല. കല്ലാറിലെ മാലിന്യ പ്ലാന്റിൽ നിന്നും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പകർത്തിയ ദൃശ്യമാണിത്. മൂന്നാറിന്റെ പ്രിയപ്പെട്ട പടയപ്പ ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും ഭക്ഷണം തേടുന്ന ദയനീയ കാഴ്ച. ഇന്നും ഇതിന് മാറ്റമില്ല. ആനകൾ അടക്കമുള്ള വന്യജീവികൾക്ക് തിന്നാൻ പച്ചക്കറി അടക്കമുള്ളവ പ്രത്യേകം വേർതിരിച്ചു മാറ്റിയിട്ടു എന്നത് മാത്രമാണ് മാറ്റം. ഇതും ഇവിടുത്തെ ഒരു മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമാണ്. നല്ല തണ്ണിയാറിന്റെ ഒരു കൈവഴിയാണ് ഈ കാണുന്നത്. ഇതേതാണ്ട് പകുതിയോളം മൂടിക്കഴിഞ്ഞിരിക്കുന്നു. അവശേഷിക്കുന്ന ഭാഗത്ത് മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. നല്ല തണ്ണിയാറ് മലിനമാക്കുന്നതിൽ ഒരു പങ്ക് ഈ പ്ലാന്റിനുമുണ്ട്. ഓരോ മാസവും 10 ലക്ഷം രൂപയാണ് മാലിന്യ സംസ്കരണത്തിന് പഞ്ചായത്ത് ചെലവാക്കുന്നത്. പ്ലാസ്റ്റിക് നൽകി പ്രതിമാസം ശരാശരി 2 ലക്ഷം രൂപയോളം ലഭിക്കുന്നുണ്ട്. ജൈവ മാലിന്യം വളമാക്കി വിറ്റ് വരുമാനമുണ്ടാക്കുമെന്ന് അവകാശപ്പെട്ടിരുന്നെങ്കിലും ഇത് ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ല. ഓരോ ദിവസവും സംസ്കരിക്കാൻ കഴിയുന്നതിന്റെ 10 മടങ്ങ് മാലിന്യമാണ് ഇവിടെ എത്തുന്നത്. നിലവിലുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ബെയിലിംഗ് മെഷീനൂടെ വാങ്ങേണ്ടി വരും. ലെവല് ബെയിലിങ്ങിൻ്റെ എണ്ണവും സോർട്ടിങ്ങിൻ്റെ എണ്ണവും ഒക്കെ കൂട്ടിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യം കൃത്യമായിട്ട് വേർതിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളിൽ ഭൂരിഭാഗം പേരും വലിച്ചെറിയുന്ന ഏർപ്പാടാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി എടുത്താൽ പോലും പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് രാത്രി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും സെയിം രീതിയിൽ വേസ്റ്റ് ഡമ്പിങ് തുടങ്ങുകയാണ്. പക്ഷേ ഇപ്പം അണ്ടർ കൺട്രോളാണ്. നമ്മളെ ശേഷിക്ക് പുറത്തേക്കായിരുന്നു മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലുണ്ടായിരുന്നു. മൂന്നാറിലെ മാലിന്യ പ്ലാന്റിൽ വിവിധ പദ്ധതികൾക്ക് പഞ്ചായത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറുകയായിരുന്നു. ഹൈക്കോടതിയും ഗ്രീൻ ട്രൈബ്യൂണലും ഒക്കെ പലതവണ ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. കോടതികളിൽ കേസുകൾ എത്തുമ്പോൾ സർക്കാരും പഞ്ചായത്തും ചില പുതിയ പദ്ധതികൾ അവതരിപ്പിക്കുകയും ചില ഉറപ്പുകൾ നൽകുകയും ചെയ്യും. ഇത് പരിഗണിച്ച് കോടതികൾ കേസുകൾ തീർപ്പാക്കും. പക്ഷേ ഈ ഉറപ്പുകളും പദ്ധതികളും ഒന്നും ഇവിടെ യാഥാർത്ഥ്യമാകാറില്ല. കല്ലാർ പ്ലാന്റിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.